ആമയുടെ കാര്യോർത്ത് അണ്ണന് ഒരു ടെൻഷനും വേണ്ട. അവിടെ എല്ലാം മനസ്സിലാക്കിയാലും രഘുവിനെ ഒറ്റയെടുക്കുകയോ ചതിക്കുകയോ ചെയ്യില്ല. അതെനിക്ക് 100% ഉറപ്പാണ്. ആ, ദാസ് പറഞ്ഞ ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. മിക്കവാറും രഘുവിന്റെ കണ്ണിപ്പെടാതെ എവിടേക്കെങ്കിലും അവള് മാറിപ്പോകുന്ന എൻ്റെ ഒരു തോന്നൽ. ആ, അതവള് നേരത്തെ എന്നോട് സൂചിപ്പിച്ചിരുന്ന. ഇനി അവൾ എന്തായാലും പോകും. അതിനും കൂടി വേണ്ടിയാ ആമയെ കാശ് വാങ്ങാൻ തയ്യാറായത്. ആ, അന്നെനിക്ക് ഇനിയെങ്കിലും രഘുവിന്റെ മനസ്സ് ഒന്ന് നേരെയായ മതിയായിരുന്നു. ദാസ് വിളിച്ചതുകൊണ്ട് മാത്രം ഞാൻ വന്നത്. ഇല്ലെങ്കിൽ അവിടെ തന്നെ നിന്ന് സാവധാനം രഘുവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിരുന്നു എൻ്റെ ഒരു തീരുമാനം. പണ്ടത്തെ പോലെ പിടിച്ചിരുത്തി അച്ചടക്കം പഠിപ്പിക്കാൻ കൊച്ചു കുട്ടിയൊന്നുമല്ലവൻ. ഭാര്യയും മകളെയും കണ്ടപ്പോൾ പഠിക്കട്ടെ. ഇത്രയൊക്കെ ആയിട്ടും അമ്പിളി അവൻ്റെ കൂടെ നിൽക്കുന്നില്ലേ? അതെ ദാസ്, എൻ്റെ മോൾ ഒരുപാട് സഹിക്കുന്നുണ്ട്. എപ്പോൾ തുടങ്ങിയതാ അവളുടെ ഈ കഷ്ടപ്പാട്? ലക്ഷ്മി പോയത് മുതൽ അനീതിമാർക്കും അച്ഛനും വേണ്ടി ഒഴിഞ്ഞു വെച്ചു അവളുടെ ജീവിതം. ഇപ്പതാ ഭർത്താവിനും മകൾക്കും വേണ്ടി. എന്റെ കണ്ണടയും മുമ്പ് അമ്പിളി സന്തോഷമായിട്ട് ജീവിക്കുന്നത് എനിക്കൊന്ന് കാണണം ദാസ്. അതൊക്കെ നടക്കുമെന്ന, എല്ലാം ശരിയാവും. എന്തെല്ലാം പ്രതിസന്ധികൾ മറികടന്ന അണ്ണനും മക്കളും ഇവിടം വരെ എത്തിയത്. ഇതിനും ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവും. അങ്ങനെ ആശ്വസിക്കാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ ദാസ്. ഇപ്പൊ പോയാ സന്ധ്യയ്ക്ക് മുമ്പെങ്കിലും പഞ്ചരത്നത്തിലെത്താം. അണ്ണ നാളെ പോയാ പോരെ? ഇന്ന് ഇവിടെ നിൽക്ക്, റെസ്റ്റ് എടുത്തോളൂ. ഒരു ഓട്ടോന്റെ ശബ്ദം പോലെ. ആരത്? അണ്ണാ, അനുമോളാ? ഇതാ ശേഖരനല്ലേ വരുന്നത്? അതേലോ. ഇയാളെന്താ അനുമോളുടെ കൂടെ? അതാണ് ഞാനും ആലോചിക്കുന്നത്. ഇവരെ എന്നെ രക്ഷപ്പെടുത്തിയത്. മോൾക്കറിയാവോ ഇവരെ? അത്ഭുതങ്ങൾ ഇനിയും ഉണ്ട്. അച്ഛൻ വാ. വാ. ആ മോളെ. അല്ല മോളെ അനു, ഇതൊരു സർപ്രൈസ് ആണല്ലോ. ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് നാട്ടിലേക്ക് യാത്ര അയച്ച ശേഖരൻ എങ്ങനെ മോളുടെ അടുത്തെത്തി? അതൊരു സ്പെഷ്യൽ സർപ്രൈസ് അങ്കിൾ. അച്ഛൻ പഞ്ചരത്നത്തിലേക്ക് തിരിച്ചുപോയി കാണുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഇന്ന് തന്നെ പോണോന്ന് ഞാൻ പറയായിരുന്നു ദാസിനോട്. അല്ല മോളെ, ശേഖരൻ മാഷിന്റെ മകളാണോ അനുമോള്? വലിയ അത്ഭുതം തോന്നുക. നിങ്ങളെന്റെ ജീവൻ രക്ഷിച്ചു. ഈ മകൾ എന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നു. വരൂ, നമുക്കിനി അകത്തിരുന്ന് സംസാരിക്കാം. വരൂ ശേഖര, വരൂ. വാച്ചാ. ശേഖരൻ ഇരിക്ക്. വേണ്ട സർ, ഞാനിവിടെ നിന്നോളാം. ആ, ഇരിക്ക് ശേഖര. ഇരിക്കച്ചാ, ഇരിക്ക. ഇനി പറ, നിങ്ങൾ തമ്മിൽ എങ്ങനെ കണ്ടുമുട്ടിയത്? ശേഖരൻ രാധാമണിയുടെ ഒപ്പം പോയില്ലേ?
അച്ഛാ, അതൊക്കെ ഒരു കഥയാ. ഞാൻ ആദ്യം ഇദ്ദേഹം ആരാണെന്ന് പരിചയപ്പെടുത്തി തരാം. ആളെ അറിയുമ്പോ അച്ഛനും അങ്കിളിനും കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവും. ഇദ്ദേഹം ഇന്ദ്രേട്ടന്റെ അച്ഛനാ. ഇന്ദ്രേട്ടന്റെ സ്വന്തം അച്ഛൻ. സത്യമാണോ ശേഖര? അതെ സർ. 10-18 വർഷം മുമ്പ് ഭാര്യയും 3 മക്കളെയും തനിച്ചാക്കി വിദേശത്തേക്ക് പോയതായിരുന്നു. പിന്നെ തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. രേഖകളൊന്നുമില്ലാതെ പോയതിന് കുറേ കാലം അവിടുത്തെ ജയിലിലായിരുന്നു. പിന്നെ അറ്റം കാണാത്ത മരുഭൂമിയുടെ ഏതോ ഒരു മൂലയിൽ ഒട്ടകത്തൊഴുത്തിൽ ജീവിതം തളച്ചിടപ്പെട്ടു. അവസാനം ഏതൊക്കെയോ സന്നദ്ധ സംഘടനകളുടെ ഇടപെടലുകൊണ്ട് ജീവൻ മാത്രം ബാക്കിയായ ശരീരം അവർ നാട്ടിലേക്ക് തിരിച്ചയച്ചു. കുറേ നാള് പലയിടത്തായി അലഞ്ഞു തിരിഞ്ഞ് നടന്നു. പുറമേ കാണുന്ന ഈ ശരീരം മാത്രമേ ഉള്ളൂ. അകത്ത് മുഴുവൻ ഓരോ അസുഖങ്ങളാ. എവിടെയെങ്കിലും വീണ് മരിക്കും മുമ്പ് അവസാനമായി ഭാര്യയും മക്കളെ ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിലെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരു അന്വേഷണത്തിൽ സുശീലയും മക്കളും ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായി. നേരിട്ട് കയറി ചെല്ലാൻ ഒരു ഭയം. അവരെന്നെ ആട്ടിയിറക്കുന്നതിലല്ല, ഞാൻ കാരണം അവർക്കൊരു അപമാനം ഉണ്ടായാലോ എന്ന് ഓർത്താ. അങ്ങനെ ഒരു ദിവസം സുശീലയുടെ ഫോൺ നമ്പർ എനിക്ക് കിട്ടി. അവളെ വിളിക്കുകയും ചെയ്തു. എന്താ നിങ്ങക്ക് വേണ്ടത്? എനിക്കൊന്നും വേണ്ട സുശീലെ. നിന്നെ ശല്യപ്പെടുത്താനുമല്ല ഞാൻ തിരിച്ചു വന്നത്. നിങ്ങൾ ചത്തുതൊലയും പ്രാർത്ഥിച്ചു വിളഞ്ഞ് ഇനിയും വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. എനിക്ക് എൻ്റെ മക്കളെ ഒന്ന് കാണണമായിരുന്നു. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ നിന്നെ വിളിച്ചത്. മക്കളോ?